الحمد لله الواحد القهار والعزيز الجبار مكور الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين أعوذ بالله من الشيطان الرجيم والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ, ലോകത്തിന്റെ രക്ഷിതാവായ ജഗന്നിയന്താവായ സർവ്വലോക രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മതനിയമങ്ങളെ പാലിച്ചുകൊണ്ട് അവസാന പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്തുകളെ ജീവിതത്തിലുടനീളം സ്വീകരിച്ചുകൊണ്ട് സത്യത്തിന്റെ മാർഗത്തിൽ എന്നും നിലകൊള്ളുവാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഗൗരവത്തിൽ വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമുക്കെല്ലാം വലിയ വമ്പിച്ച തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നന്മകൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതനിഷ്ഠയും ധാർമ്മിക ചിന്തകളും പാലിക്കുന്നവരുടെ അനുചരിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഗൗരവമായി കാണേണ്ടുന്ന തിന്മകൾ പോലും നിസാരമായി സാർവഭാഗികമായി എല്ലാവരും തൃപ്തിപ്പെടുന്ന പോലെ ഇന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തമ സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കേണ്ടുന്ന നമ്മൾ പോലും വ്യക്തിത്വം കളഞ്ഞുകുളിക്കുന്ന പൊങ്ങുതടികളായി മാറുന്ന പുതിയ ഒരു കാഴ്ച ഇന്ന് കാണുകയാണ്. ഈ സന്ദർഭത്തിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരൊറ്റ ഹദീസ് നമ്മുടെ മനസ്സിലൊന്ന് ചേർത്ത് വന്നാൽ നമുക്ക് മനസ്സിലാകും കാര്യങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഉമ്മത്തിന്റെ ഒരവസ്ഥ, കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ അവസാനം കുറച്ച് വർഷങ്ങൾ എൻ്റെ ഉമ്മത്തിന് വരും. സയഅതി അലന്നാസി സനവാത്തുൻ, എൻ്റെ ഉമ്മത്തിൽ അവസാനം കുറെ വർഷങ്ങൾ വരും. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ ഖുദ്ദാഅത്തുൻ യസദ്ദഖു ഫീഹൽ കാദിബ്, പച്ചയായി കളവ് ജീവിതത്തിൽ പാലിക്കുന്നവനെ ജനങ്ങൾ സത്യസന്ധനെന്ന് മുദ്ര കുത്തും. വയുകദ്ദബു ഫീഹ സ്വാദിഖു, സത്യസന്ധത പാലിച്ചു ജീവിക്കുന്നവന്റെ നേരെ ഇവൻ വഞ്ചകനാണ്, കള്ളനാണെന്ന് ജനങ്ങൾ മുദ്ര കുത്തും.
വയുഅ്തമനു ഫീഹൽ ഖായിനു, വഞ്ചകനായ മഹാകപടനായ മനുഷ്യനെ വിശ്വസ്തനായി സമൂഹം വിലയിരുത്തും. വയുഹവ്വിനു ഫീഹൽ അമീൻ, വിശ്വസ്തനായ നല്ല ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഇയാൾ വഞ്ചകനാണെന്ന് സമൂഹം പറയുന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം പറയാണ് വയന്തിഖു ഫീഹ റുവൈബിള, അന്ന് ആ കാലഘട്ടത്തിൽ റുവൈബിളാക്കൾ എഴുന്നേറ്റു സംസാരിക്കാൻ തുടങ്ങും. സഹാബത്ത് ചോദിച്ചു, നബിയേ, നിങ്ങൾ ഇത് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഈ റുവൈബിളാക്കൾ സംസാരിക്കുമെന്ന് പറഞ്ഞത് എന്താന്ന് മനസ്സിലായില്ല നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അർറജുലു താഫിഹു ഫീ അംരിൽ ആമ്മ, പൊതുബോധത്തിനനുസരിച്ച് കൊണ്ട് ജനങ്ങളോട് സംസാരിക്കും, മതബോധം അവർ മാറ്റിവെക്കും. എല്ലാവർക്കും എന്താ ഇഷ്ടം? സമൂഹം ഇപ്പൊ എങ്ങനെയാ പോണത്? എല്ലാവർക്കും എന്തിനോടാണ് താല്പര്യമെങ്കിൽ ആ താല്പര്യമുള്ളതിനനുസരിച്ച് സംസാരിക്കും. അങ്ങനെ സമൂഹത്തിനിടയിൽ ഒരു തെറ്റായ ബോധമുണ്ടാകും. അള്ളാഹുവിന്റെ നിയമങ്ങൾക്കോ അള്ളാഹുവിന്റെ വഹയിനോ സ്ഥാനം കൊടുക്കാതെ പോകും. അള്ളാഹുവിന്റെ മതത്തിനോട് പോലും ഒരു പരിഗണന ഇല്ലാത്ത അവസ്ഥ വരും. അള്ളാഹ് ചോദിച്ചല്ലോ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖകും അത്വാറാ. സൂറത്ത് നൂഹിൽ 13-ാമത്തെ 14-ാമത്തെ ആയത്തിൽ നിങ്ങളെന്താ അള്ളാഹുവിനൊരു ഗാംഭീര്യം കാണാത്തതെന്താ? ജനങ്ങൾ ഇഷ്ടപ്പെടുമോ? ജനങ്ങൾക്കനുസരിച്ച് പറഞ്ഞില്ലെങ്കിൽ എന്നെ തഴയുമോ? ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ? എന്നെ ബഹിഷ്കരിക്കൂ? നിങ്ങളെന്താ അള്ളാഹു ഇതെല്ലാം നൽകി നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സൗകര്യങ്ങളെല്ലാം തന്ന അള്ളാഹ്ക്ക് നിങ്ങളെന്താ ഒരു ഗൗരവം കാണാത്തത്? അള്ളാഹിന്റെ നിയമങ്ങൾക്ക് എന്താ നിങ്ങളൊരു വില കൊടുക്കാത്തത്? ഈ ചോദ്യം ഇന്നും പ്രസക്തമല്ലേ? പുരോഗമനം പറഞ്ഞുകൊണ്ട്, സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ധാർമ്മികമായ മതമൂല്യങ്ങളെ തകർക്കാനുള്ള പുതിയ ശ്രമങ്ങൾ ആകെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു കാലത്ത് സമൂഹം ഒന്നടങ്കം തിന്മയാണ്, അശ്ലീലമാണെന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് സമൂഹം ഒന്നടങ്കം അനുവദിക്കപ്പെട്ട പോലെയായി മാറുകയാണ്. സ്വതന്ത്രമായ ലൈംഗികത ഇന്ന് പുതുതലമുറയെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്, വ്യാപിച്ചു കിടക്കുകയാണ്. പരസ്യമായി ആരും വലിയ തിരക്കിടില്ല, രഹസ്യമായി സ്വതന്ത്ര ലൈംഗികതയുടെ പല ഭാഗങ്ങൾ ഇന്ന് നമ്മുടെ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിന്റെ സുന്ദരമായ വശങ്ങൾ പ്രകൃതി മതമായ ഇസ്ലാം പറയുന്നു, നിങ്ങളുടെ ലൈംഗിക ദാഹത്തെ തീർക്കാൻ ഏക മാർഗമേ ഉള്ളൂ, വിവാഹം കഴിക്കൽ. വിവാഹമല്ലാതെ മറ്റൊരു മാർഗം പരിഹാരമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഹദീസുകൾ വായിച്ചാൽ കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിൽ ബാഅത്തി, കഴിവുള്ളവരൊക്കെ വിവാഹം കഴിക്കാൻ നബി കൽപ്പിച്ചു. വയൻഹാ അനിത് തബത്തുലി നഹിയൻ ശദീദാ, എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ഇപ്പോഴൊന്നും വിവാഹം വേണ്ട എന്ന രൂപത്തിൽ വിവാഹത്തിനോട് വിമുഖത കാണിച്ച് മാറി നിൽക്കുന്നതിനെ നബി ശക്തമായി എതിർത്തു. എന്ന് മാത്രല്ല, നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തിന്റെ മുമ്പ് വിവാഹം കഴിക്കാൻ വൈകിപ്പിക്കുകയും എന്നാൽ സ്വയംഭോഗത്തിന് അടിമപ്പെട്ടവരുണ്ട്. അശ്ലീലത കണ്ട് ആസ്വദിച്ച ജീവിതത്തെ അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. തെറ്റായ അവിഹിത മാർഗങ്ങളിലൂടെ തന്റെ ലൈംഗികത തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഇവരെങ്ങാനും ഇനി കല്യാണം കഴിച്ചാൽ തന്നെയും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാതെ പോവാണ്. മുമ്പുണ്ടായ ദുശീലം കാരണം ഹലാലായത് സുഖിക്കാൻ പറ്റാതെ പോവാണ്. ഇതുകൊണ്ടാണ് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, മുഅ്മിനീങ്ങളെ, നമ്മൾ മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് വിജയമുണ്ട്, വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ചില സ്വഭാവ ഗുണങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനിൽ കാണാം. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ലൈംഗികത ഗുഹ്യാവയവം ശരിയാവണ്ണം സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. അവർക്ക് വിജയിച്ച മുഅ്മിനീങ്ങളാണ്. അവരെവിടെയാണ് തന്റെ ലൈംഗികത തീർക്കുക? ഇല്ല അലാ അസ്വാജിഹിം, ഭാര്യമാർ, ഭർത്താക്കന്മാർ.
മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും, അല്ലെങ്കിൽ നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ പണ്ടുണ്ടായിരുന്ന സമ്പ്രദായം പോലെ. ഫഇന്നഹും ഗൈറു മലൂമീൻ, അവർ ഒരിക്കലും ആക്ഷേപകരമായ കാര്യമല്ല വിവാഹത്തിലൂടെയുള്ളത്. അതല്ലാത്ത മറ്റെന്തെങ്കിലും മാർഗം ഒരാൾ സ്വീകരിക്കുന്നുവെങ്കിൽ അവർ അതിരുവിട്ടവരാണ്. ഇസ്ലാം നിശ്ചയിച്ച വരമ്പ് മുറിച്ചു കടന്നവരാണ്. അവർ അതിനുള്ള എല്ലാം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇസ്ലാം നഖശിഖാന്തം എതിർത്തു വ്യഭിചാരം നിങ്ങൾ സമീപിക്കരുത്. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി ഒഴിഞ്ഞു പോകും. വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. വലാ തഖറബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്. നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മനസ്സുകൊണ്ട്, ഫോൺ കൊണ്ട് നമ്മൾ എന്തെങ്കിലും നിലക്ക് മറച്ചു പിടിക്കുന്നവരെ ശ്രദ്ധിച്ചോ. നിൻ വ്യഭിചാരത്തിന്റെ വല്ലതും ഉണ്ടെങ്കിൽ ഇന്നഹു കാന ഫാഹിശതൻ വസാ സബീല, മഹാമോശമാണ്, മഹാമ്ലേച്ഛമാണ്, നീചമായ ചീത്തയായ മാർഗമാണ്. അതുകൊണ്ട് വ്യഭിചാരത്തിന്റെ യാതൊരു മാർഗവും തുറക്കാൻ നമുക്ക് അനുവാദമില്ല. അതുപോലെ തന്നെ സമൂഹത്തിൽ സ്വവർഗരതി പച്ചയായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന മനുഷ്യന്മാര് വരെ സ്വവർഗരതിക്ക് അടിമപ്പെട്ട കാലഘട്ടത്തിലാണ്. വിശ്വസ്തരായി ദീന് പഠിക്കാൻ പറഞ്ഞേക്കുന്ന പിഞ്ചോമന മക്കളെ വരെ ഗുരുവര്യന്മാരായ അധ്യാപകന്മാർ സ്വവർഗരതിക്ക് ഇരയാക്കുന്ന പ്രകൃതി വിരുദ്ധ പീഡനം ഇന്ന് വാർത്തയല്ല, സാർവത്രികമായി മാറുകയാണ്. ഈ നിലക്ക് നോക്കൂ നിങ്ങൾ, പ്രകൃതി വിരുദ്ധമായി, മാനവിക വിരുദ്ധമായ ഈ രതി വൈകൃതത്തെ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ഫാഹിശതൻ വമഖ്തൻ വസാഅ സബീല. ഇതൊന്നും നിന്റെ ലൈംഗികത തീർക്കാൻ പറ്റിയ വഴിയല്ല കേട്ടോ. ഇത് മ്ലേച്ഛമാണ്, അള്ളാന്റെ കോപമുണ്ടാക്കുന്ന കാര്യമാണ്, ഏറ്റവും മോശപ്പെട്ട മാർഗമാണ്. ഒരിക്കലും നിനക്കത് വരാൻ പാടില്ല. ഖുർആൻ പറയാണ്, ഒരു നാടിനെ നശിപ്പിച്ചു, ഒരു സമൂഹത്തിനെ നശിപ്പിച്ചു, ഒരു നാഗരികതയെ തകർത്ത് കളഞ്ഞു, കീഴ്മേൽ മറിക്കപ്പെട്ട ശിക്ഷ ഇറങ്ങി. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെ നശിപ്പിച്ചത് എന്തിനാ? ഈ പ്രകൃതി വിരുദ്ധ, ഈ സ്വഭാവരതി വൈകൃത വൈകല്യങ്ങൾ ഉള്ളത് കൊണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി ഏതെങ്കിലും നാട്ടിൽ ഈ സമ്പ്രദായം ഉണ്ടായാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. മൻ അമില അമല ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിന്റെ ഇടയിലുണ്ടായ ഈ ദുരാചാരം, സ്വന്തം വർഗത്തിനെ രതിക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതി ആരെങ്കിലും ചെയ്താൽ അല്ലാഹ് അവനെ ശപിച്ചിരിക്കുന്നു എന്ന് 3 തവണയാണ് നബി ആവർത്തിച്ചു പറഞ്ഞത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ സ്വവർഗരതിക്ക് അടിമപ്പെട്ട 2 ആളുകളെ പിടിക്കപ്പെട്ടാൽ വധശിക്ഷയാണ്. എന്തേ കാരണം? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖ്തുലു അൽ ഫാഇല വൽ മഫഊല ബിഹി, അത് ചെയ്യുന്നവനെയും ചെയ്യാൻ കൂട്ടു നിൽക്കുന്നവനെയും നിങ്ങൾ കൊന്നുകളയുക. എന്റെ കാരണം ഗൗരവമേറിയ കുറ്റമായിട്ടാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ പുരുഷന്മാരിങ്ങനെ പുരുഷന്മാരെ സ്വീകരിക്കുന്ന രീതി കണ്ടപ്പോ ലൂത്ത് നബി വിഷമത്തോടെ ചോദിക്കുകയാണ്, എനിക്ക് പെൺകുട്ടികളുണ്ട്, ഞാൻ എന്റെ പെൺമക്കളെ നിങ്ങൾക്ക് ഇണയാക്കി വിവാഹം ചെയ്ത് തരാൻ ഞാൻ സന്നദ്ധരാണ്, നിങ്ങളൊന്ന് ഈ ദുസ്വഭാവം മാറ്റാൻ പറ്റുമോ എന്നവരോട് പറഞ്ഞപ്പോ, ലൂത്തേ, നീ ഈ കാര്യത്തിനെതിരെ സംസാരിച്ചാൽ ഈ നാട്ടിൽ നിന്ന് നിന്നെ ഞങ്ങളങ്ങ് ചവിട്ടി പുറത്താക്കും. ഇതെന്നുള്ളതാണ്. സത്യത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ, നിങ്ങൾക്കു നേരെ ക്രൂരമ്പുകൾ തറക്കപ്പെടും, വിമർശനങ്ങൾ ഉണ്ടാകും. നമ്മളെങ്ങനെ ഒരു തെറ്റ് കിട്ടാൻ വേണ്ടി സമൂഹം കാത്തിരിക്കും. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, കൊന്ന് പുറത്തേക്ക് തള്ളും ഞങ്ങൾ. അന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സ് പറഞ്ഞതുപോലെ നമ്മളൊന്ന് മനസ്സുകൊണ്ട് പറയാനെങ്കിലും ധൈര്യം കാണിക്കണം.
ഖാല അംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. അല്ലാഹു തആല അവരെ പറ്റി പറയാണ്, അവരീ ലഹരിയിൽ മതോന്മത്തരായിക്കൊണ്ടേയിരിക്കും ലൂത്തേ, അവർക്കിത് മാറ്റാൻ കഴിയൂല. ഇത് കേട്ടപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാം പറയുകയാണ്, ഖാല ഇന്നി ഇലാ അമലികും ലമിനൽ ഖാലീൻ. ലൂത്ത് നബി അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഞാൻ കഠിനമായ വിരോധമുള്ളവനാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ശരി, എനിക്ക് അങ്ങേയറ്റത്തെ വെറുപ്പാണ് ഇതിനോട്. ഒരു തിന്മയോട് നമുക്കുണ്ടാവേണ്ടുന്ന സ്വാഭാവികതയാണ് വെറുപ്പുണ്ടാവുന്നത്. അതിനങ്ങനെ തരക്കടില്ല എന്ന് പറഞ്ഞ ഓമനിക്കലല്ല നമ്മുടെ പണി. തിന്മകളുടെ ഗൗരവത്തോടെ കാണണം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ധാരാളം ഫിത്നകൾ ഇന്ന് വ്യാപിക്കുകയാണ്. പീഡിപ്പിക്കപ്പെടുന്ന ദുരന്ത വാർത്തകൾ, വഞ്ചിക്കപ്പെടുന്ന വാർത്തകൾ, ചൂഷണം ചെയ്യപ്പെടുന്ന വിവിധങ്ങളായ ഘട്ടങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഇസ്ലാം സ്ത്രീകളുടെ മഹത്വം രേഖപ്പെടുത്തിയ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, പണ്ടൊരു കാലമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം കിട്ടുന്നതിന്റെ മുമ്പ് അന്നത്തെ സ്ത്രീകളുടെ ചരിത്രം പറയാവുന്ന, ജനിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു, വളരാൻ പോലും അവർക്ക് അവകാശമില്ലായിരുന്നു. ഒരു പെൺകുട്ടി അങ്ങോട്ട് പ്രസവിച്ചു എന്നറിഞ്ഞ ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും മുഖമങ്ങ് ഇരുട്ട് പിടിച്ച് കിടക്കായിരുന്നു. ഖുർആൻ പറയാണ്, യതവാറാ മിനൽ ഖൗം. അവര് പെൺകുട്ടി ജനിച്ചതിന്റെ പേരില് നാട്ടിൽ നിന്ന് വേറെ എവിടെങ്കിലും ഒഴിഞ്ഞു മാറി താമസിക്കുമായിരുന്നു, അപമാനം കൊണ്ട്. ആലോചിക്കണം കേട്ടോ. അവർക്ക് മുമ്പിൽ രണ്ട് വഴിയേ ഉള്ളൂ, ഒന്നുകിൽ ഒരു പെൺകുട്ടിയുണ്ട് എന്ന അപമാനം സഹിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ജീവനുള്ള കുഞ്ഞിനെ മണ്ണിട്ട് മൂടുക. ഖുർആൻ പറയാം, ഈ രണ്ട് സ്വഭാവം അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് ഇസ്ലാം പറഞ്ഞത്, പെൺകുട്ടികളെ വളർത്തിയ സ്വർഗമുണ്ട്. പെൺമക്കളെ നിങ്ങൾ സംരക്ഷിച്ചാൽ, സഹോദരിമാരെ സംരക്ഷിച്ചാൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു. അവർക്ക് ഹൈറായ വസിയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. നിന്റെ ഭാര്യയായ ഒരു പെണ്ണുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാര് ഭാര്യമാരോട് നന്നായി സഹവസിക്കുന്ന ആളുകളാണ്. സ്ത്രീകൾക്ക് നല്ല മഹത്വം കൊടുത്തു. ഞാൻ രണ്ടു പേർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്കെതിരെ ഒരു പ്രവർത്തനം ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. ഒന്ന് യതീമിന്റെ കാര്യത്തിലാണ്, രണ്ട് സ്ത്രീകളുടെ കാര്യത്തിലാണ്. അവരെ ഉപദ്രവിക്കുന്നതൊന്നും സമ്മതിക്കില്ലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം പറയുമ്പോൾ സഹോദരിമാരെ കുറിച്ച് പറഞ്ഞു, അവർ ശ്രദ്ധിക്കണം. അവർ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവർ ജിൽബാബ് ധരിക്കണം, പൂർണ്ണമായി മൂടുന്ന വസ്ത്രമുണ്ടാകണം, മുഖമക്കനകൾ ശരിക്ക് ഹിമാർ ധരിക്കണം, അവർ ഹിജാബ് എന്ന മറ സ്വീകരിക്കണം. അവരുടെ സുരക്ഷയാണ് അത്. ഇന്ന് അതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അവരുടെ വസ്ത്രത്തിൽ മര്യാദ, അവരുടെ നോട്ടം വരെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ആളുകൾക്കിടയിൽ ഇടകലരുന്നതിനെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. യാതൊരു ലൈസൻസും ഇല്ലാതെ അഴിഞ്ഞാടുന്നത് പെണ്ണിന്റെ കാര്യത്തിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. എന്തിനാ? അവൾക്ക് നേരെ പീഡനങ്ങൾ വരാതിരിക്കാൻ, സമൂഹത്തിൽ അവൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹാ, നമ്മുടെ ഉമ്മയായ ആയിഷ ബീബിന്റെ അടുത്തേക്ക് ബനൂ തമീം എന്ന് പറയുന്ന ഗോത്രത്തിലെ ചില സ്ത്രീകൾ കാണാൻ വന്ന സമയത്ത് അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രം നേരിയ കനം കുറഞ്ഞ ഒരു ഡ്രസ് ഇട്ടാ വന്നിരുന്നത്. ആയിഷ ബീബി ഇങ്ങനെ തുറപ്പിച്ചവരെ ഒന്നിങ്ങനെ നോക്കി, എന്നിട്ട് അവരോട് പറഞ്ഞു, ഇൻ കുന്ത മുഅ്മിനാത്തിൻ ഫലൈസ ഹാദാ ബിലിബാസിൽ മുഅ്മിനാത്ത്. നിങ്ങൾ മുഅ്മിനാത്തുകളാണെങ്കിൽ ഈ വസ്ത്രം നമുക്ക് പറ്റൂല. നമ്മുടെ ശരീരം പുറത്ത് കാണുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ശരീരത്തെ മറ്റുള്ളവർ നോക്കി ആസ്വദിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. ഇന്ന് എന്നെ നോക്കിക്കോളി എന്ന് പറഞ്ഞ ലെവലിലാണ് വസ്ത്രവും മേക്കപ്പും ആടയാലങ്കാരങ്ങളെല്ലാം അണഞ്ഞ് മരണ വീട്ടിൽ വരെ ചമഞ്ഞ് നടഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുള്ള കാലഘട്ടത്തിൽ ഒന്ന് ഇരുത്തി പഠിക്ക് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. നമ്മളെവിടെയാണ്? പുരുഷന്മാരുടെ കാര്യത്തിൽ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, ഞങ്ങൾ സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അവിടുന്ന് ഒരു ചാണുകൂടെ താഴേക്ക് യുർഖീന ശിബ്റാ, നിങ്ങൾ അവിടുന്ന് ഒരു
കൂടി താഴേക്ക് താഴ്ത്തിയിട്ട് കാലും കൂടെ നിങ്ങൾ മറക്കണം. ഇന്ന് പെൺകുട്ടികൾ ആൺകുട്ടികൾ ചെയ്യുന്ന പോലെ പാന്റ് മേലക്ക് മടക്കി വെച്ചിട്ട് നടക്കുന്നത്. താഴേക്ക് അത് മറച്ചു നടക്കാൻ പറഞ്ഞു. ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ആണ് പരസ്പരം സ്പർശിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ എത്രമാത്രം ഗൗരവത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഒരു ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട്, ഒരു ഇരുമ്പിന്റെ ആണി കൊണ്ട് ശരീരത്തിൽ നിന്റെ തലയിലേക്ക് അടിച്ചിറക്കുന്നതാണ് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ നീ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലത്. തോട്ടാൻ പാടില്ല. ഇന്ന് നമ്മുടെ മക്കള് നേരെ ക്ലാസ് കയറി സ്കൂളിൽ കയറി അങ്ങോട്ട് കയറി കൈ അങ്ങോട്ട് കൊടുക്കണം. കുടുംബ സദസ്സ്, കല്യാണ വീട്, തക്കാരം, ഇവിടൊക്കെ ആരാന്നൊന്നും അറിയില്ല. കുടുംബമായാൽ മതി, നേരെ കയറി വലിയ വലിയ സഹോദരിമാര് നേരെ കൊണ്ടുപോയി കൈ അങ്ങോട്ട് കൊടുക്കണം. ആരൊക്കെ കുടുംബക്കാരാണ്. ഹദീസ് എന്താ പറഞ്ഞറിയോ? നിനക്ക് വിവാഹം കഴിക്കാൻ അനുവദനീയമല്ലാത്ത, വിവാഹം കഴിക്കാൻ പാടില്ലാത്തവർക്ക് മാത്രമേ നീ മുസാഫഹത്ത് ചെയ്യാൻ പാടുള്ളൂ. ജ്യേഷ്ഠൻ, ഉപ്പയുടെ ജ്യേഷ്ഠാനുജന്മാർ, ഉമ്മയുടെ ജ്യേഷ്ഠാനുജന്മാർ, ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളുണ്ട് നമുക്ക്. കല്യാണം കഴിക്കാൻ പറ്റാത്തവര്, അവർക്ക് ഇന്ന് ആരും മുസാഫത്ത് കൊടുക്കാൻ റെഡിയല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. നമ്മുടെ മക്കൾ മുതൽ പഠിക്കണം. കുഞ്ഞുമക്കൾ മുതൽ നമ്മുടെ വീടുകളിൽ ഇത് ചർച്ചയാവണമെന്നാ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, നബി തങ്ങളുടെ അടുത്ത് പലപ്പോഴും സ്ത്രീകൾ വരും, ബൈഅത്ത് ചെയ്യാൻ, പ്രതിജ്ഞ ചെയ്യാൻ വരും. നബി സംസാരിക്കും. നബി ഒരു പെണ്ണിനെയും മുസാഫഹത്ത് കൊടുത്തിട്ടില്ല. ഈ സംഭവം നമ്മളൊന്ന് മനസ്സിലാക്കി നോക്ക്. സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ സുഗന്ധം പൂശി അങ്ങനെ അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങി നടക്കല്ലേ. ഫഹിയസാനിയത്തുൻ, അവൾ വേശ്യയാണ്. വളരെ മോശമാണ്. ഇനി ആ വാക്കിന് വേറെ വാക്ക് പറയേണ്ട ആവശ്യമില്ല. പുരുഷന്മാരുടെ മര്യാദയുള്ള വസ്ത്രത്തിന്റെ കാര്യത്തിൽ പുരുഷന്മാർക്കും ബാധകമാണ്. മാബൈന സുർറതി വറുക്ബതി ഔറത്തുൻ, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ളതെല്ലാം പുരുഷ നിനക്ക് ഔറത്താണ്. എന്നിട്ട് ഹദീസിൽ കാണാം, ഗത്തി ഫഖ്ദക ഫഇന്നൽ ഫഖ്ദ ഔറത്തുൻ, നീ നിന്റെ തുട മറച്ചു വെക്കണം, തുടഭാഗം ഔറത്താണ്. നമ്മുടെ ചെറുപ്പക്കാരറിയണ്ടോ? തൊട്ട മറച്ചിട്ട് നടക്കണം. അങ്ങാടിയിലോട്ട് ബൈക്ക് ഓടിച്ച് അതേപോലെ തന്നെ പുറത്തിറങ്ങി നടക്കുമ്പോഴൊക്കെ ട്രൗസർ ഇട്ട് നടക്കണം. എന്താ കുഴപ്പം, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട്, നീ ഒരു മുസ്ലിം ആണെങ്കിൽ നമുക്കിതൊരു മര്യാദയാണ്. ഈ മര്യാദ നീ പാലിക്കാൻ. പുരുഷന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഔറത്തുകളൊക്കെ നന്നായി മറക്കണം. ഇല്ലാ മിൻ സൗജതിക, നിന്റെ ഭാര്യന്റെ മുമ്പിലല്ലാതെ. അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് തോന്നിയതുപോലെയാകാൻ പാടില്ല എന്നർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള സ്വഹാബ വനിതമാര്, സഹോദരിമാര് ഭർത്താക്കന്മാരോട് പറയും, തഖില്ലാ ഫീനാ, ജോലിക്ക് പോവുകയാണ്, ഞങ്ങളുടെ കാര്യത്തിൽ സൂക്ഷ്മതയുണ്ടാകണം. ഇയ്യാക ബിൽ ഹറാം, ഹറാമായ ഒരു പണയവും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ. പട്ടിണി കിടക്കാൻ ധൈര്യമുണ്ട്, വിശപ്പ് സഹിക്കാൻ ഞങ്ങൾക്ക് ക്ഷമയുണ്ട്, പക്ഷേ വലാ നസ്ബിറു അലാ ഹതബിന്നാർ, നരകത്തിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളോട് ഒരിക്കലും അതിന്റെ അവസ്ഥയുണ്ടാക്കരുത്. അതുപോലെ തന്നെയാണ് പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും സ്വകാര്യതകൾ പുറത്തിറങ്ങാൻ പാടില്ല, നാട്ടിലറിയരുത്. ഇന്ന് യൂട്യൂബ് കയറിയിട്ട് എല്ലാം കാണിച്ചു കൊടുക്കല്ലോ. മണിയറ വിശേഷങ്ങൾ, പ്രഗ്നന്റായ വിശേഷങ്ങൾ, പ്രസവം കഴിഞ്ഞ വിശേഷങ്ങൾ, കുട്ടിയെ പാലൂട്ടുന്ന വിശേഷങ്ങൾ, എല്ലാം അങ്ങ് സ്വകാര്യതകൾ ഇന്ന് കൈവിട്ടു പോവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിൻ അശദ്ദിന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും നീചരായ മോശക്കാരായ ആളുകൾ ആരാന്നറിയുമോ? തന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ പുറത്ത് പ്രചരിപ്പിച്ചവരാണ്. അവിടെ പലതും ഉണ്ടാവും, അത് പറയാൻ പറ്റുന്നത് തമാശക്കാണെങ്കിൽ പോലും, ആള് കൂടുന്നിടത്ത് രസം കൊള്ളിപ്പിക്കാൻ പോലും നീയും നിന്റെ ഭാര്യയുമൊത്തുള്ള സുഖരഹസ്യങ്ങൾ പുറത്തു പറയുന്നത്. സംഭവ സൗഹൃദക്കാണ്, സംഭവം നമ്മൾ പ്രാസ്ഥാനികരാണ്, അരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജനങ്ങളോട് പറയുമ്പോൾ, നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ
ഞങ്ങൾ അത് ചെയ്തിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ നിലപാട്. നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും ചെയ്തിരിക്കും. ഒന്നും പറയാനില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അത്തരത്തിൽ അള്ളാന്റെ കൽപ്പനക്കെതിരായി നടക്കുന്ന വാലിമീങ്ങളെ പ്രതികാര നടപടി നാം സ്വീകരിക്കുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. കാത്തിരുന്നോളൂ. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. നിന്റെ റബ്ബിന്റെ പിടുത്തം ഒരു ശക്തമായ പിടുത്തം വരാനുണ്ട്. കോതറിയോടാൻ കഴിയില്ല. ഇനി നമ്മുടെ നാട്ടിൽ ആലോചിച്ചൊക്കെ നിങ്ങൾ, നമ്മൾ ഒരാളോട് പേഴ്സണലായിട്ട് നിനക്ക് നിന്നെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഞാനും സ്വാഭാവികമായി നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അങ്ങനെ നസീഹത്തോടെ സ്നേഹത്തോടെ ഒരാളോട് വല്ല നന്മയും പറഞ്ഞു കൊടുത്താൽ, നീ ചെയ്യുന്ന ഈ കാര്യത്തിൽ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ, അവൻ എടുത്ത വഴിക്ക് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅബ്ഗദൽ കലാമി ഇലല്ലാഹി അസ്സ വജല്ല. അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള സംസാരം ഏതാണെന്നറിയുമോ? അയ്യഖൂല റജുൽ, ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, ഇത്തഖില്ലാഹ്, മോനെ നീ അല്ലാഹനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുത്തപ്പോ, ഫയഖൂൽ, അവൻ തിരിച്ചു പറഞ്ഞു, അലൈക ബിനഫ്സിക്, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യത്തിന് വരണ്ടെന്ന് പറയുന്നവരാണ് അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സർവ്വവിധ ഫിത്നകളും ഷർറുകളും ദുൽമുകളും ഒക്കെ ജീവിക്കുന്ന ഒരു നാടിന്റെ നടുവിലൂടെ നടന്നു നീങ്ങുന്ന നമ്മൾ വളരെ ശക്തമായ ഗൗരവത്തിലും ദീർഘമായ കാഴ്ചപ്പാടിലും നല്ല ഒരു നിലപാടിലും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات، أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവാചകന്റെ സുന്നത്തുകളെ അനുധാപനം ചെയ്ത് തിന്മകൾ അരങ്ങുവാഴുന്ന ഒരു നാട്ടിലും നന്മയുടെ വക്താക്കളായി മാറാൻ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ഇന്ത്യ എന്ന ഈ രാജ്യത്ത് കുറ്റവാളികൾ പെരുകുന്നതോടൊപ്പം കുറ്റവാളികൾ പെരുകുകയാണ്. 18 വയസ്സ് തികയാത്ത മക്കള് ക്രൂരമായ അവസ്ഥകളിലേക്ക്, കുറ്റങ്ങളിലേക്ക് ചെന്നടുക്കുന്നു എന്നതിന്റെ പുതിയ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല, കുട്ടികൾ പലതരത്തിലുള്ള പണ്ടില്ലാത്ത വിധം പുതിയ പുതിയ അഡിക്ഷനുകൾ, ഗെയിമുകളിൽ, കളികളിൽ, വിനോദങ്ങളിൽ അഡിക്റ്റഡ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമാണ്. ലക്ഷ്യബോധമില്ലാത്ത ഒരു പുതിയ തലമുറയായി ഇന്ന് മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന കാര്യമാണ്. ചെറിയ പാഠങ്ങളിൽ പഠിക്കുന്ന ചെറിയ മക്കൾ മുതൽ കോളേജ് തലങ്ങളിലും പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന മക്കൾ വരെ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയാത്ത ഒരു തലമുറയായി വളർന്നു വന്നാൽ ഈ നാട് പിന്നെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുഴുവൻ രക്ഷിതാക്കളോടും മുഴുവൻ മക്കളോടും 4 കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, സകല വാപ്പമാരും ഉമ്മമാരും തന്റെ മക്കളുടെ ജീവിതത്തിലെ നന്മക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ മക്കൾ നന്നാവുക എന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. അവരോടൊക്കെ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര നല്ല ഒരു പ്രവാചകനാണ്. പക്ഷെ മക്കളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. റബ്ബി ജഅൽനീ മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. അല്ലാഹുവേ, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണം, എന്റെ സന്താനങ്ങളെ നമസ്കാരം നിലനിർത്തുന്ന മക്കളാക്കി തരണം. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ്.
മാത്രമല്ല 3 ആളുകളെ കുറിച്ച് പറഞ്ഞു, ഇവര് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും, തട്ടാത്ത പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. അതിൽ ഒരാളാണ് ദഅവത്തുൽ വാലിദി അലാ വലദിഹി, മക്കൾക്ക് വേണ്ടി ഒരു മാതാപിതാക്കൾ നടത്തുന്നവരുടെ പ്രാർത്ഥന തട്ടാത്ത പ്രാർത്ഥനയാണ്. അവരുടെ ജീവിതത്തിൽ നന്മക്ക് വേണ്ടി നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അവർക്കെതിരായി ഒരു ദിവസം പോലും നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, മക്കൾക്ക് തൗഹീദിന്റെ പ്രാധാന്യവും ശിർക്കിന്റെ ഗൗരവവും പഠിപ്പിച്ച് സ്വർഗം നേടാൻ തൗഹീദ് വേണമെന്നും നരകത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് വരരുത് എന്നും നമ്മളെ മക്കളോട് മടികൂടാതെ നമ്മൾ പറഞ്ഞേ പറ്റൂ. മഹാരഥന്മാരായ പ്രവാചകന്മാർ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രിയപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളെ വിളിച്ച് ചേർത്ത് വെച്ച് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ആരാധിക്കും മക്കളെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലുക്മാനുൽ ഹകീം എന്ന മഹാവിജ്ഞാനിയായ മനുഷ്യൻ തന്റെ മകനെ വിളിച്ച് 10 ഉപദേശം കൊടുത്തു. 1, യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് ഏറ്റവും ഗൗരവമുള്ള പാപാണ്. അത് പഠിപ്പിക്കണം. അതിന്റെ പുതിയ വേർഷനുകൾ ഇങ്ങനെ കടന്നു വരണം നമ്മുടെ മക്കളുടെ ഇടയിലേക്ക്. പുതിയ തലമുറയുടെ ഇടയിലേക്ക് ശിർക്കിന്റെ പുതിയ രൂപങ്ങളും ഭാവങ്ങളും കയറി വരികയാണ്. അത് പഠിക്കാൻ പറ്റുന്ന അവസരങ്ങൾ അവർക്ക് കൊടുക്കണം. 3-മത്തേത്, മക്കൾ ആൺകുട്ടിയും പെൺകുട്ടിയും നമസ്കാരം നിലനിർത്തുന്നവരാകണം. നമ്മുടെ കുട്ടിയുടെ നമസ്കാരം ശരിയായാൽ സംസാരം ശരിയാവും, സംസാരം ശരിയായാൽ സ്വഭാവം ശരിയാവും, നല്ല അനുസരണമുള്ള കുട്ടിയാകും. അതുകൊണ്ടാണ് 7-ാം വയസ്സ് മുതൽ നിസ്കാരം ശീലിപ്പിക്കണം എന്ന് പറഞ്ഞത്. അതിന്ന് നമ്മുടെ കുടുംബത്തിൽ എത്രയുണ്ട്? ഖുർആൻ പറഞ്ഞു, വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ, നിങ്ങളുടെ കുടുംബത്തിനോട് നിസ്കാരം കൽപ്പിക്കണം, അതിൽ നന്നായി ക്ഷമയോടെ നിലകൊള്ളാൻ പറയണം. നല്ല ക്ഷമ വേണം. 5 നേരം നമ്മുടെ കുട്ടി നമസ്കരിച്ച് കിട്ടണമെങ്കിൽ നല്ല ക്ഷമ വേണം. അതിന് നമുക്ക് കഴിയണം. യാ ബുനയ്യ അഖിമിസ് സ്വലാ, ലുക്മാനുൽ ഹകീം മകനെ വിളിച്ചു പറഞ്ഞു, പൊന്നുമോനെ, നീ നമസ്കാരം നിലനിർത്തുന്നവനായി മാറണം. ഇത് കയ്യിന്ന് പോയി പിടുത്തം വിട്ടിട്ട് കൊടുക്കേണ്ട ഉപദേശമല്ല. ചെറുപ്പം മുതൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കുകൾക്ക് നിങ്ങൾ ഒരു സാരിഖിനേക്കാൾ, മോഷ്ടാവിനേക്കാൾ, വസാനി വ്യഭിചാരിയേക്കാൾ, വൽ ഖാമിരി മദ്യപാനിയേക്കാൾ, വൽ മുഖദ്ദിർ ഒരു ലഹരിക്കാരനായ മയക്കുമരുന്നിന് അടിമപ്പെട്ടവനേക്കാൾ മോശപ്പെട്ട മനുഷ്യനാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ. നമ്മുടെ മക്കള് കള്ളുടിക്കണമെന്ന് നമുക്ക് വിഷമല്ലേ? നമ്മുടെ കുട്ടികൾ നിസ്കാരം ശരിയല്ലാത്തവരാണ് എന്ന് പറഞ്ഞ അതിനേക്കാൾ വിഷമം ഉണ്ടാവണമെന്ന്. 4-മത്തെ കാര്യം ഉലമാക്കന്മാര് പറയാ, അള്ളാന്റെ നിരീക്ഷണത്തിലാണ് മോനെ. വാപ്പാക്കും ഉമ്മാക്കും എപ്പോഴും നിന്നെ നോക്കാൻ കഴിയില്ല. നീ എവിടെ പോയാലും എവിടെ ചെയ്താലും ആരുമില്ലാന്ന് നീ വിചാരിച്ചാലും ഒരാളുണ്ട് ട്ടോ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു അണുമണി തൂക്കം ചെയ്താലും എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അത് കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട് മോനെ. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയും. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. ഈ ചിന്ത ഇനി കൊടുക്കാതെ നമ്മുടെ മക്കളെ വളർത്താൻ കഴിയില്ല, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അറിവുണ്ടായാൽ പോരാ, നല്ല ചില തിരിച്ചറിവുണ്ടാവണം, മതപഠന ബോധങ്ങൾ ഉണ്ടാവണം. ഇനി വരുന്ന തലമുറക്ക് നല്ല ദിശാബോധം നൽകാൻ മതമൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനാണ് ചെറിയ മക്കൾക്ക് നമ്മൾ മദ്രസ എന്ന സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. മദ്രസ കഴിയുന്നതോടുകൂടെ CRE എന്ന സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കോളേജ് തലങ്ങളിൽ പ്രൊഫഷണൽ രംഗത്തൊക്കെ പഠിക്കുന്ന ബിരുദധാരികളായി കഴിയുന്ന ആളുകൾ, അതുപോലെ
അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിതമായ നല്ല കോഴ്സുകൾ നോക്കി പണം കൊടുത്തിട്ട് അത് പഠിക്കുന്ന മക്കൾ ദീന് കിട്ടാതെ പോകരുത് എന്ന ആത്മാർത്ഥമായ ഒരു നസീഹത്തിന്റെ താല്പര്യത്തിലാണ് ഈ വരുന്ന 11, 12, 13 തീയതിയിൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം. നമ്മുടെ മക്കളെ ആ നിലക്ക് പറ്റാവുന്ന കാറ്റഗറിയിലുള്ള ആരെങ്കിലും നമുക്ക് പരിചയമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ അവർക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആദ്യമായി എല്ലാവരും ആ വിഷയത്തിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മളൊക്കെ അതിനുവേണ്ടി നല്ലൊരു സഹായം. ആ മക്കൾ ഇത്രയും ആയിരക്കണക്കിന് മക്കൾക്കിടയിൽ ഒരാൾ തന്റെ പ്രണയം ഒഴിവാക്കിയാൽ, ഒരാൾ തന്റെ ലഹരി ഉപേക്ഷിച്ചാൽ, ഒരാൾ നിസ്കാരം ആരംഭിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല സുഹൃത്തുക്കളെ. നമ്മൾ നൽകുന്ന ഒരു ചെറിയ സംഖ്യ അത്ര വലിയ നന്മയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് നല്ലൊരു സ്വതക്ക ഇന്ന് അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് നമ്മുടെ സമൂഹത്തിന്റെ നല്ലൊരു നന്മക്ക് വേണ്ടി, പുതിയ ഒരു തലമുറയുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ദീനിന്റെ രംഗത്ത് വലിയ വലിയ വിജയങ്ങളും സഹായങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രിയങ്കരായ പല സഹോദരങ്ങളും കഴിഞ്ഞ ദിവസങ്ങൾ മരണപ്പെട്ടു പോയി. പള്ളിയിൽ ഇടക്ക് ജുമക്കും മറ്റുമൊക്കെയായി വരാറുണ്ടായിരുന്ന മലപ്പുറത്തുകാരനായ അരീക്കോട് സ്വദേശി ഇബ്രാഹിം എന്ന നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം കഴിഞ്ഞൊരു ദിവസം പെട്ടെന്നുള്ളൊരു മരണത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും ബന്ധുക്കളിലും ഒക്കെയായി മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളൊക്കെ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ നല്ല ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ കച്ചവടത്തിൽ, ജോലിയിൽ, വരുമാനത്തിലെല്ലാം ഞങ്ങൾക്ക് ബർക്കത്ത് അധികരിപ്പിച്ച് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാലും പല അബദ്ധങ്ങളിലും ചെന്ന് വീണവരാണ് റബ്ബേ. ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നരകത്തിന്റെ കഠിനമായ അദാബുകളിൽ നിന്ന് ഞങ്ങൾക്ക് സുരക്ഷ നൽകണമേ. അള്ളാഹുവേ ഇസ്ലാമികമായ ജീവിതത്തിന് വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളിലെ പല ആളുകളുമുണ്ട്. അള്ളാഹുവേ അവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണമേ റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا هب لنا من لدنك رحمة إنك أنت الوهاب. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين.